എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 5 ഓർഗനൈസിങ് എന്ന പാഠത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓർഗനൈസിങ്. It can be defined as the process of defining and grouping the activities of the enterprise and establishing authority relationship among them. Steps in organizing. എന്തൊക്കെയാണ് ഓർഗനൈസിങ്ങിലെ സ്റ്റെപ്സ്? ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിക്കുക. അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് കൊടുക്കുക ഓരോ സെക്ഷനുകൾക്ക്. എസ്റ്റാബ്ലിഷിങ് അതോറിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. എസ്റ്റാബ്ലിഷിങ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ റിലേഷൻഷിപ്പ് റിപ്പോർട്ടിങ്. അതെല്ലാമാണ് ഈ ഓർഗനൈസിങ്ങിൽ വരുന്ന സ്റ്റെപ്സ്. Types of organization structure. There are two types of organization structure. They are functional structure and divisional structure. Under functional structure, each major or basic function is organized as a separate department. ഓരോ ഫങ്ഷനും ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. Under divisional structure, the organization is divided into units of entrusted with all activities related to different products or different territories. ഓരോ വസ്തുക്കളും ഓരോ ടെറിട്ടറിയും അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നു ഓർഗനൈസേഷനെ. അങ്ങനെയാണ് ഓരോ ആക്ടിവിറ്റികളും ഓർഗനൈസേഷനിൽ ചെയ്യുന്നത്. അതേതിൽ? അണ്ടർ ഡിവിഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഫോർമൽ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ഒഫീഷ്യലി ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഒഫീഷ്യലി ഉണ്ടാക്കുന്നതാണ് ഫോർമൽ organization. It is a system clearly defined activities knowingly designed to enable people to work together. ഇത് ജനങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പിംഗ് ബിറ്റ്വീൻ പീപ്പിൾ ഹു വർക്ക് ടുഗദർ. ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്കിടയിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ്. അത് അവർ തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്നതല്ലാന്ന്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റിന് വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. പക്ഷേ ഇൻഫോർമലിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ഡെലിഗേഷൻ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പെർഫോം ഓൾ ഡ്യൂട്ടീസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഡ്യൂട്ടിയും താൻ ചെയ്യാൻ പറ്റില്ല. സോ ഹി മസ്റ്റ് ഷെയർ ദ ഡ്യൂട്ടീസ് വിത്ത് സബോർഡിനേറ്റ് മാനേജേഴ്സ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജർ തൻ്റെ ഡ്യൂട്ടികൾ സബോർഡിനേറ്റ് മാനേജേഴ്സിന് ഷെയർ ചെയ്യുന്നു. ദ ഡ്യൂട്ടീസ് ഷുഡ് ബി ഡെലിഗേറ്റഡ്. അതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഡെലിഗേറ്റ് ചെയ്യുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ ബർഡൻ ഓഫ് ദ ടോപ്പ് ലെവൽ മാനേജേഴ്സ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ജോലി ഭാരം കുറഞ്ഞു കിട്ടുന്നു. എലിമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷനിൽ എന്തൊക്കെയാണ് എലിമെൻറ്റ്സ്? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ മൂന്നാണ് എലിമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇനി വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ? Decentralization of authority means systematic dispersal of authority in all departments and at all levels of management. ഡീസെൻട്രലൈസ് ചെയ്യുക.
അത് എല്ലാ ഡ്യൂട്ടിയും ഒരാളിൽ സെൻട്രലൈസ് ചെയ്യാണ്ട് പല വിഭാഗങ്ങൾക്കായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ട് ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്നു. ഇനി സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ദീസ് ടു ആർ റിലേറ്റഡ് ടേംസ്. ഈ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും റിലേഷൻഷിപ്പ് ഉണ്ട്. ആസ് ഫയോൾ സ്റ്റേറ്റഡ്, എവറിത്തിങ് വിച്ച് ഗോസ് ടു ഇൻക്രീസ് ദ സബോർഡിനേറ്റ്സ് റോൾ ഈസ് ഡീസെൻട്രലൈസേഷൻ. സബോർഡിനേറ്റിൻ്റെ റോളുകൾ ഇൻക്രീസ് ചെയ്യുന്നതിന് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നു. ആൻഡ് എവറിത്തിങ് വിച്ച് ഗോസ് ടു ഡിക്രീസ് ഇറ്റ് സെൻട്രലൈസേഷൻ. സബോർഡിനേറ്റ്സിൻ്റെ റോള് കുറയുമ്പോൾ അതിന് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നു. കംപ്ലീറ്റ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ എനി എൻ്റർപ്രൈസ്. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിത് ഷോർട്ടായിട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം എടുത്താണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായി വീണ്ടും കാണാം.